ശരിക്കും അഭിമാനിക്കാവുന്ന തരത്തിലാണ് വൈശാഖണ്ണൻ എടുത്തു വെച്ചിരിക്കുന്നത്. മോൺസ്റ്റർ കണ്ട് വെറുപ്പ് തോന്നിയ വൈശാഖണ്ണനോട് വീണ്ടും ഒരുപാട് ഇഷ്ടം തോന്നിയിരിക്കുകയാണ്. ക്ലൈമാക്സിൽ ഓരോ മലയാളിക്കും രോമാഞ്ചം തരുന്ന ഒരു സസ്പെൻസ് കൂടെ വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പോയി കാണണം. മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി തിയേറ്ററിക്കൽ ഗ്രോസ് ചിത്രമായിരിക്കും. അടിപൊളി പടം. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, രോമം നീക്കും. സൂപ്പർ എന്ന് മാത്രമേ പറയാനുള്ളൂ. മമ്മൂക്ക എന്നും രാജാവാണ്, നായകന്മാരിൽ നായകൻ. ഒരു അടിപൊളി കൊമേഴ്ഷ്യൽ പടം. കൊമേഴ്ഷ്യൽ പടത്തിന് എന്തൊക്കെയുണ്ട് അതൊക്കെ ഉണ്ട്. വരാ കാണാ പൊളിക്കുക. ആൾക്ക് 72 വയസ്സാണെന്നൊന്നും പറയില്ല. താണ്ഡവാണ് ആള്. മെഗാ 42 വർഷമായി അയാൾ ഈ ഭൂമിയിൽ വന്നിട്ട് അയാൾ ജനത്തെ കൈവിട്ടിട്ടില്ല, ജനം അയാളെയും കൈവിടില്ല. ഇന്ത്യൻ സിനിമയിലെ ഒരേ ഒരു സ്റ്റാർ മെഗാ സ്റ്റാർ മമ്മൂട്ടി തന്നെ. ഇന്ത്യൻ സിനിമയിലെ മെഗാ സ്റ്റാറെ തോൽപ്പിക്കാൻ ഇന്ത്യൻ മണ്ണിൽ ഒരാളില്ല. സെക്കൻഡ് ഹാഫ് പോലെ രാജ്വി ഷെട്ടി അവർ ತುಂಬ ಚೆನ್ನಾಗಿದೆ. നമുക്ക് പൊളിച്ചെടുക്കുന്നു. അടിപൊളി. It's damn blockbuster. It's damn blockbuster. Damn boxbuster. അടിപൊളി, രക്ഷയില്ല. ജോസേന്റെ കിണ്ടൽ ഫൈറ്റ് അടിപൊളി. സൂപ്പർ സിനിമ, അടിപൊളി സിനിമ. മമ്മൂക്കാനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് പടം സൂപ്പർ പടം, അടിപൊളി, ഒരു രക്ഷയില്ല പടം. എല്ലാവരും കാണാം. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ്. സൂപ്പർ ഗംഭീര പടം, നല്ല ആക്ഷൻ പടം. അവസാനത്തെ അരമണിക്കൂർ അത് ഗംഭീര സംഭവം തന്നെയാണ്. പെർഫോമൻസ് ഇന്നത്തെ യുവതാരങ്ങൾ നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാറുകൾ അജിത്, വിജയ്, സൂര്യ ഒക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഈ പ്രായത്തിൽ ഇത്രയും വലിയൊരു സംഭവം ഏറ്റെടുത്തിട്ട് ഇത്രയും വലിയൊരു സിനിമ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഗംഭീര പടം, എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം. അതാണ് ആക്ഷൻ മൂവിയാണ്. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നന്നായി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് സൂപ്പറായി എടുത്തിട്ടുണ്ട്. അടുത്തൊരു 100 കോടി എന്തായാലും മലയാള സിനിമയിൽ എത്തും. ആറാടി സൂപ്പറാക്കി മമ്മൂട്ടി. ഞാനേട്ടനെ വീട്ടിലിരുന്ന് പപ്പടം പരിശോധിക്കും. പൊളിച്ചടിക്കും. കുഴപ്പമില്ല, പാട്ടമൊക്കെ അടിപൊളി.